ഹേ ഗായ്സ്, ക്രിപ്റ്റോണിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ലിസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. 0.014 എന്ന ടോപ്പ് പ്രൈസ് മുതൽ നിലവിൽ 0.06 അറൗണ്ടിലാണ് പ്രൈസ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം യൂസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകൾക്കും സെല്ല് ചെയ്ത കോയിൻ INR ആയി കൺവേർട്ട് ചെയ്യാനും വളരെ പ്രയാസം അനുഭവിക്കുകയുണ്ടായി. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കോയിൻ സെല്ല് ചെയ്ത് ബിനാൻസിലൂടെ USDT ആക്കി കൺവേർട്ട് ചെയ്തെടുത്ത USDT CoinDCXലേക്ക് സെൻഡ് ചെയ്ത് അവിടെ നിന്നും INR ആയി കൺവേർട്ട് ചെയ്ത് എങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കാം എന്നതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ മുകളിൽ ഐക്കാർഡിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിരിക്കുന്നു. ആർക്കെങ്കിലും മുന്നേ സെല്ല് ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ, ഇനിയും സെല്ല് ചെയ്യാൻ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ റെഫർ ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കാനാവുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഭാവി എന്താണ്? നമ്മളിനി കളിക്കേണ്ടതുണ്ടോ? കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡ്രോപ്പ് കിട്ടുമോ? എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. രണ്ടാമതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയൊരു പ്രൊജക്റ്റിനെ കുറിച്ചാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. നോട്ട് കോയിൻ്റെ ടീം ഡെവലപ്പ് ചെയ്ത് അടുത്ത മാസം ഒക്ടോബർ അല്ല നവംബറിൽ തന്നെ എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കാൻ കഴിയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടുള്ള നോട്ട് പിക്സൽ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കുന്നത്. മൂന്നാമതായ ഒരു കാര്യം, ഹാംസ്റ്റർ കോമ്പാറ്റിൽ മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു 10 USDT ഉണ്ടെങ്കിൽ മാത്രമേ CoinDCXൽ BPE20 എന്ന് പറയുന്ന ചെയിനിലൂടെ വിഡ്രോ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് ബിനാൻസിൽ നിന്നുള്ള മിനിമം വിഡ്രോവൽ എമൗണ്ട് എന്ന് പറയുന്നത് 10 USDT ആണ്. ഇതിനെ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടി CoinDCXലേക്ക് നമ്മൾ എങ്ങനെ TRX കോയിൻ സെൻഡ് ചെയ്യാൻ കഴിയും എന്നും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നു. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വൈറ്റ് പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്നും കൂടുതൽ പ്രോമിസിംഗ് ആയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. എങ്കിലും അവരുടെ മൈൽ സ്റ്റോണുകളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇനി അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിലവിലുള്ള കമ്മ്യൂണിറ്റിയെ നിലനിർത്തിക്കൊണ്ട് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവരുടെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് പുതിയ ഗെയിം പ്ലാനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അവർ ഉദ്ദേശിക്കുന്നത് പുറത്തു നിന്നുള്ള ഡെവലപ്പേഴ്സിനും ഗെയിം ഈ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഈ ഗെയിമുകൾ യൂസേഴ്സ് കളിക്കുകയാണെങ്കിൽ അതിലേക്ക് റിയൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അവർ ആഡ് ചെയ്യും. കൂടാതെ റവന്യൂ കൂട്ടുന്നതിൻ്റെ ഭാഗമായി ആഡ്സെൻസും ഈ പ്ലാറ്റ്ഫോമിലേക്ക് അവർ ആഡ് ചെയ്യും. നമുക്കറിയാം, മുന്നേയുള്ള ഗെയിമുകളിൽ തന്നെ ആഡ് എന്ന് പറയുന്നതായിരുന്നു ഗെയിമിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ് സീസൺ അടുത്ത മാസം ഒക്ടോബറിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, എന്താണ് നമുക്കതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നത് എന്നതൊക്കെ നമുക്ക് സെക്കൻഡ് സീസൺ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിലുള്ള പ്രൈസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് കിട്ടിയ ഡ്രോപ്പ് എത്ര കോയിനാണ് കിട്ടിയതെന്നും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, കൂടാതെ നമുക്ക് കിട്ടിയ ടോട്ടൽ റിട്ടേൺ എത്രയാണെന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നോട്ട് ഇനി ഗെയിം കളിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. കാരണം നോട്ട് കോയിൻ നിന്നും ഡോസ് കോയിനിൽ നിന്നും മിനിമം കളിച്ച ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം, ഒരു ഡെയിലി ഒരു 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ചവർക്ക് പോലും $80 കുറയാത്തൊരു എമൗണ്ട് റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ $10 മുകളിൽ റിട്ടേൺ കിട്ടിയവർ അത്രയധികം എഫേർട്ട് എടുത്ത് കളിച്ചവരാണ്. അപ്പോൾ ഇനി സെക്കൻഡ് സീസണിലേക്ക് നമുക്കിത് കളിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇത് നോക്കി നമുക്ക് തീരുമാനിക്കാനാകും. നമുക്ക് ധാരാളം നല്ല പ്രൊജക്റ്റുകളുണ്ട്. പോക്കറ്റ് ഫൈയും ബ്ലമ്മും പോലെയുള്ള ഡെയിലി വളരെ കുറഞ്ഞ സമയം 10 മിനിറ്റിൽ ചോട മാത്രം സ്പെൻഡ് ചെയ്യേണ്ട നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള യൂട്ടിലിറ്റിയുള്ള പ്രൊജക്റ്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പ്രൊജക്റ്റുകളെല്ലാം അടുത്ത 3 മാസത്തിനുള്ളിൽ ലിസ്റ്റ് ചെയ്യും എന്നും നമുക്കുറപ്പാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒരിക്കലും ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ സീസൺ 2 എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ സീസൺ 2 കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുറച്ച് സമയം എന്തായാലും ഇതുപോലുള്ള നല്ല പ്രൊജക്റ്റുകൾ, പോക്കറ്റ് ഫൈയും ബ്ലമ്മും പോലുള്ള നല്ല പ്രൊജക്റ്റിലേക്ക് മാറ്റിവെക്കുക. ഇനിയും ഒരുപാട് നല്ല പ്രൊജക്റ്റുകളുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കത് പരിചയപ്പെടാൻ കഴിയും. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നോട്ട് പിക്സൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ്,
അത് നോട്ട് കോയിൻ്റെ സബ് ബ്രാൻഡായിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റാണ്. അവരുടെ ടീം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് നോട്ട് പിക്സൽ. നോട്ട് പിക്സൽ എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഒരു ക്യാൻവാസ് ആണ്, ഒരു ലൈവ് ക്യാൻവാസ് ആണ്. ഇതിലെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കമ്മ്യൂണിറ്റി ഓരോരുത്തരും പോയി ഓരോ പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു വലിയ കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമ്മളൊരു ഡിസൈൻ മനസ്സിൽ കാണുകയും നമ്മളത് എല്ലാവരുമായി ഇൻട്രാക്ട് ചെയ്യുകയും ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുത്ത ഈ ഡിസൈൻ നമ്മൾ ഈ ക്യാൻവാസിൽ പോയി വരച്ചെടുക്കുകയാണ്. മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ വന്ന് ചിലപ്പോൾ നമ്മൾ വരക്കുന്നത് തടയാനൊക്കെ ശ്രമിക്കും. പക്ഷെ നമ്മൾ ആക്റ്റീവായി ഈ ക്യാൻവാസിൽ നമ്മുടെ ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ വരച്ചുകൊണ്ടിരിക്കുക. അതാണ് ഒരു ലൈവ് ക്യാൻവാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതൊരു വെറും ഗെയിം പ്ലേ മാത്രമല്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇവരുടെ നോട്ട് പിക്സൽ കോയിൻ നമുക്ക് കിട്ടും. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ടാസ്ക് ബാറിലുള്ള അവരുടെ സോഷ്യൽ മീഡിയാസ് ഫോളോ ചെയ്യുക, ബാക്കിയുള്ള ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. മാത്രമല്ല നമുക്കിവിടെ ഹവർലി മൈനിങ് ഉണ്ട്. ഈ മൈനിങ് ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്കിവിടെ ബൂസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് ലെവലിൽ അപ്പ് ചെയ്യാൻ വെറും കുറഞ്ഞ എമൗണ്ട് ഓഫ് നോട്ട് പിക്സ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അത് കൊടുത്ത് നമ്മൾ ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യുക, ഫസ്റ്റ് ലെവൽ അപ്ഗ്രേഡ് ചെയ്യുക മിനിമം. എന്നിട്ട് നമ്മൾ ഈ ക്യാൻവാസിലേക്ക് വരികയാണെങ്കിൽ ക്യാൻവാസ് നമുക്ക് സൂം ചെയ്ത് ഇവിടെ ഓരോ ഡോട്ടിലും നമുക്ക് ഓരോ പെയിൻറ്റ്, നമുക്ക് ഇതവിടെ പെയിൻറ്റ് സെലക്ട് ചെയ്ത് ഓരോ പെയിൻറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. നവംബറിൽ ലിസ്റ്റിംഗ് പ്രതീക്ഷിക്കുന്ന ഈ പ്രൊജക്റ്റ് നോട്ട് കോയിൻ ബാക്കപ്പ് ചെയ്യുന്ന അവരുടെ ടീം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്രൊജക്റ്റായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഈ പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മാക്സിമം കോയിൻ കളക്ട് ചെയ്ത് വെക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ടൈം ടു ടൈം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇവരുടെ ബീറ്റ വേർഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു ബെനഫിറ്റ് നമുക്ക് TGE സമയത്ത് കിട്ടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും സമയം വൈകിയിട്ടില്ല. വളരെ കുറഞ്ഞ സമയം, 1 മാസത്തോളമേ നമുക്കുള്ളൂ. ആ സമയം കൊണ്ട് മാക്സിമം നോട്ട് പിക്സ് ടോക്കൺസ് നമ്മൾ കളക്ട് ചെയ്തെടുക്കുക. TGE സമയത്ത് നമുക്ക് മാക്സിമം റവന്യൂ കിട്ടും. നോട്ട് കോയിൻ ആകെ 1.5 മാസം മാത്രമായിരുന്നു ഞാൻ കളിച്ചിരുന്നത്. അതിൽ നിന്ന് എനിക്ക് 10,000 കോയിനാണ് കിട്ടിയത്. ഈ 10,000 കോയിന് ഒരു സമയത്ത് 25,000 രൂപയുടെ അടുത്ത് വാല്യൂ വന്നിരുന്നു. പക്ഷെ ഞാൻ ആ കോയിൻ വിറ്റിട്ടില്ല. ഞാൻ അതിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു കോയിന് മിനിമം 10 രൂപ വാല്യൂ എങ്കിലും എത്തുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിറ്റിട്ടില്ല. ഒരു കോയിന് ഇപ്പോൾ മാക്സിമം വന്ന റേറ്റ് എന്ന് പറയുന്നത് 2.5 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ 0.8 അഥവാ ഒരു 80 പൈസയുടെ അടുത്ത് മാത്രമാണ് അതിന് വാല്യൂ ഉള്ളത്. നിലവിൽ ഞാൻ നോട്ട് കോയിൻ്റെ പ്രൊജക്റ്റിൽ നിന്നും കിട്ടിയ നോട്ട് കോയിൻ യൂസ് ചെയ്ത് 1 വർഷത്തേക്കുള്ള ഗോൾഡ്, നോട്ട് കോയിൻ ഗോൾഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന് എനിക്ക് ചിലവായത് 2,500ഓളം നോട്ട് കോയിൻ ആയിരുന്നു ചിലവായത്. അറൗണ്ട് ആ സമയത്ത് 3,500 രൂപയ്ക്ക് മുകളിൽ അതിന് പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ പർച്ചേസ് ചെയ്തത് കൊണ്ട് തന്നെ ഡോക്സിൽ നിന്നും എനിക്ക് നല്ലൊരു ഡ്രോപ്സ് കിട്ടി. അതേപോലെ വേറെ പ്രൊജക്റ്റുകളിലെല്ലാം എക്സംപയർ പോലുള്ള എല്ലാ പ്രൊജക്റ്റുകളിൽ നിന്നും നോട്ട് കോയിൻ ഗോൾഡും അതിന് മുകളിലേക്കുള്ള പൊസിഷൻ ഉള്ളവർക്ക് എക്സ്ട്രാ ഡ്രോപ്പ് ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് 10 USDT നമ്മുടെ ബിനാൻസിൽ ഇല്ലെങ്കിൽ എങ്ങനെ എമൗണ്ട് വിഡ്രോ ചെയ്യാം, എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ 10 USDT ഇല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കോയിൻ അവിടെ തന്നെ ഹോൾഡ് ചെയ്യുക, USDT അവിടെ ഹോൾഡ് ചെയ്യുക. അടുത്തൊരു പ്രൊജക്റ്റ് ബ്ലം ആവാം, പോക്കറ്റ് ഫൈ ആവാം, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വേറെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ആവാം. അതിൽ നിന്നും നമുക്കൊരു ഡ്രോപ്പ് കിട്ടുമ്പോൾ ഈ 2 എമൗണ്ടും കൂട്ടി ഒന്നാക്കി നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു എമൗണ്ട് ട്രാൻസാക്ഷൻ ഫീ സേവ് ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് ആകെ കിട്ടുന്നത് 5, 6, 7 ഡോളറാണ്. ഇതിൽ നിന്നും $2 വേർത്തുള്ളത് ട്രാൻസാക്ഷൻ ഫീ മാത്രമായി കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കൊരു നഷ്ടമായിരിക്കും. അല്ല, ഇനി നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ ആ എമൗണ്ട് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യും. നമ്മൾ ബിനാൻസിൽ വന്ന് മുകളിൽ കോയിൻ എന്ന ഭാഗത്ത് TRXൻ്റെ കോയിനാക്കി മാറ്റുന്നു. എന്നിട്ട് താഴെ ലിമിറ്റ് ഓർഡർ മാറ്റി മാർക്കറ്റ് ഓർഡർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള മാക്സിമം USDT ഉപയോഗിച്ച് TRX വാങ്ങാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓർഡർ എക്സിക്യൂട്ട് ആവും. ഈ മാർക്കറ്റ് ഓർഡറിൽ ഇടാൻ കാരണം TRX കോയിന് വലിയൊരു മൂവ്മെൻറ്റ് വരാറില്ല.
വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള മൂവ്മെൻറ്റ് മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ തന്നെ പ്ലേസ് ചെയ്തത്. ഇതിന് ശേഷമുള്ള പ്രൊസീജിയർ നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ നോക്കിയതുപോലെ തന്നെ കോയിൻ DCX തുറക്കുകയും അതിൽ നിന്ന് TRXൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്ത് ബിനാൻസിൽ വന്ന് വിഡ്രോ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് TRX ടോക്കൺ ആയതുകൊണ്ട് തന്നെ മിനിമം വിഡ്രോവൽ ലിമിറ്റ് ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഹാംസ്റ്റർ കോമ്പാറ്റുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളും കോയിൻ വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങളിലും കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞതാണെന്ന് വിചാരിച്ച് ആരും നോട്ട് പിക്സൽ മൈൻഡ് ചെയ്യാതിരിക്കരുത്. നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിനെ പോലൊരു കുറഞ്ഞ റിട്ടേൺ ആയിരിക്കില്ല ഇതിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മാക്സിമം നേരത്തെ കയറി കൂടുതൽ പോയിൻ്റ് കളക്ട് ചെയ്തെടുക്കുക. അടുത്ത മാസമല്ല നവംബറിൽ നമുക്ക് ലിസ്റ്റിംഗ് വരുന്ന സമയത്ത് കൂടുതൽ ഡ്രോപ്പ് കിട്ടാനുള്ള എല്ലാ പ്രൊസീജിയറുകളും ഫോളോ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ പ്രൊജക്റ്റിനെ കുറിച്ചും മറ്റു പ്രൊജക്റ്റിനെ കുറിച്ചും എല്ലാവരുടെ സംശയങ്ങളും അറ്റ് എ ടൈം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ സ്ട്രെങ്ത് നോക്കിയാവും നമ്മൾ ഇങ്ങനൊരു ഫോറം ക്രിയേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ.